ഫണ്ടമെൻ്റൽസ് ആൻഡ് ബേസിക്സിലെ 3rd ചാപ്റ്ററിലെ 5th ടോപ്പിക് ടെക്സ്ചർ. നമ്മുടെ ഡിസൈൻ സർഫസ് എങ്ങനെ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ കാണുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നു, ഇതിനെയാണ് ഡിസൈനിങ്ങിൽ ടെക്സ്ചർ എന്ന് പറയുന്നത്. ലോകത്തെ ഏതൊരു വസ്തു എടുത്താലും അതിനൊരു ടെക്സ്ചർ ഉണ്ടാകും. അത് നമ്മുടെ സ്കിന്നാണെങ്കിലും, അല്ലെങ്കിൽ മുറിയിലെ ചുമരാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഒട്ടിച്ചിരിക്കുന്ന മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള സ്ക്രീൻ ഗാർഡ് ആണെങ്കിലും, അങ്ങനെ എല്ലാത്തിലും ടെക്സ്ചർ ഉണ്ടാകും. ടെക്സ്ചർ ഇല്ലാത്തതായിട്ട് ലോകത്ത് ഒന്നും തന്നെയില്ല. അതുകൊണ്ട് പല സന്ദർഭങ്ങളിലും നമ്മുടെ ഡിസൈനിലും ടെക്സ്ചർ കൊണ്ടുവരിക എന്നുള്ളത് അനിവാര്യമാണ്. 2 ഡയമെൻഷനലായിട്ടുള്ള സർഫസിനെ 3 ഡയമെൻഷനലായിട്ട് തോന്നിക്കാനും അതിലൂടെ യൂസറുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും തിരിച്ചുവിടാനും നമുക്ക് സാധിക്കും. ഡിസൈനിങ്ങിൽ മെയിനായിട്ട് 2 തരം ടെക്സ്റ്റേഴ്സ് ആണുള്ളത്, ഇമേജ് ടെക്സ്ചറും പാറ്റേൺ ടെക്സ്ചറും. ഇമേജ് ടെക്സ്ചർ സാധാരണഗതിയിൽ റിപ്പീറ്റ് അല്ലാതെ നാച്ചുറലായിട്ട് അല്ലെങ്കിൽ റാൻഡമായിട്ട് വരുന്ന ടെക്സ്ചറിനെയാണ് ഇമേജ് ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ടെക്സ്റ്റേഴ്സിൽ ഒരു പ്രത്യേക പാറ്റേണിൻ്റെ ആവർത്തനം നമുക്ക് കാണാൻ സാധിക്കില്ല. ഇമേജ് ടെക്സ്ചർ ഓർഗാനിക് ആകാം, അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളാകാം, ഇതുമല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റാൻഡം ഷേപ്പുകളും ആകാം. പാറ്റേൺ ടെക്സ്ചർ ഒരു പ്രത്യേക പാറ്റേൺ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ടെക്സ്ചറിനെയാണ് പാറ്റേൺ ടെക്സ്ചർ എന്ന് പറയുന്നത്. അതായത് ഒരു ഡിസൈൻ്റെ ഒരു ചെറിയ പോർഷൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഇമേജ് ടെക്സ്ചർ പോലെ തന്നെ പാറ്റേൺ ടെക്സ്ചറും നാച്ചുറലോ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചിത്രങ്ങളുടെ റിപ്പീറ്റേഷനോ, അതല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഷേപ്പുകളുടെ ആവർത്തനമോ ആകാം. സോ നമുക്ക് നമ്മുടെ എക്സാമ്പിൾ ഡിസൈനിലേക്ക് വരാം. ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ടെംപ്ലേറ്റ് ഡിസൈനിൽ ആകെ 2 തരം ടെക്സ്ചറെ, അല്ലെങ്കിൽ 2 സ്ഥലത്ത് മാത്രമേ ടെക്സ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൽ ആദ്യത്തേത് ഈ ഒരു ന്യൂസ് പേപ്പറിനെ ഒരു പഴയകാലത്തെ ന്യൂസ് പേപ്പറായിട്ട് തോന്നിക്കാൻ, അല്ലെങ്കിൽ കുറേ കാലപ്പഴക്കം ചെയ്യുന്ന ഒരു പേപ്പറായിട്ട് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്ന ഒരു ടെക്സ്ചറാണ്. ഈ ഒരു ടെക്സ്ചറിന് പകരം ഇത് ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പർ ആയിരുന്നെങ്കിൽ നമുക്ക് ആ പേപ്പറിൻ്റെ ഒരു ഫീൽ അവിടെ വരില്ല. ഇപ്പോൾ ഇതിനൊന്ന് ഓഫ് വൈറ്റ് ആക്കിയിട്ട് കുറച്ച് ഭാഗങ്ങളിൽ കുറച്ച് ഡാർക്ക്നെസ് ഒക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ ബേസിക്കലി ഇതൊരു പഴയകാല പേപ്പർ അല്ലെങ്കിലും ഒരു പഴയ പേപ്പറായിട്ട് നമുക്കിതിനെ തോന്നും. അതിനു വേണ്ടിയാണ് ഈ ഒരു ടെക്സ്ചർ അവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലെ 2ാമത്തെ ടെക്സ്ചർ ഉപയോഗിച്ചേക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ എവിടെയായിട്ട് ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചേക്കണതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലൊട്ടിച്ചേക്കുന്ന സ്റ്റിക്കർ ഒരു എക്സ്റ്റേണൽ പേപ്പറാണ്, അതായത് ന്യൂസ് പേപ്പറുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സെപ്പറേറ്റ് സ്റ്റിക്കറായിട്ട് ഒട്ടിച്ചേക്കാണ്. അപ്പോൾ ആ ഒരു പേപ്പറിൻ്റെ ടെക്സ്ചറും വേറെ ആയിരിക്കും. അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഒരു പാറ്റേൺ ടെക്സ്ചറാണ്. അതായത് ഒരു ഗ്രെയിൻസിൻ്റെ അല്ലെങ്കിൽ നോയ്സിൻ്റെ, ബ്ലൂ കളർ നോയ്സിൻ്റെ ഒരു ഫീൽ വരുന്ന ഒരു ടെക്സ്ചറാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇമേജ് ടെക്സ്ചർ നമ്മുടെ മനസ്സിൽ ഒരു ഫീലിങ്ങിനെയോ അല്ലെങ്കിൽ ഒരു ഇമോഷനെയോ ട്രിഗർ ചെയ്യാനായിട്ടാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതേസമയം ഒരു പാറ്റേൺ ടെക്സ്ചർ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും ഒരു വിഷ്വൽ ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ കാണുമ്പോൾ ഉള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പേപ്പറിൻ്റെ ടെക്സ്ചറിൽ നമ്മളത് കൊടുത്തു കഴിയുമ്പോൾ ഇതൊരു പഴയ പേപ്പറാണെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരികയാണ് അവിടെ ചെയ്തത്. ഇതിന് പകരം എന്തെങ്കിലും പാറ്റേണോ വരയോ ചെക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പാറ്റേൺ ടെക്സ്ചർ വരികയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവുമെങ്കിലും അത് ഈ ഒരു പഴയ പേപ്പറാണെന്നുള്ള ഫീലിംഗ് നമുക്കവിടെ കിട്ടില്ല. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു കടലിൻ്റെയോ അല്ലെങ്കിൽ ഒരു മലനിരകളുടെയോ ഒക്കെ ഒരു ടെക്സ്ചറാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള മെമ്മറിയും ഫീലിങ്സ് ഒക്കെ നമ്മുടെ മനസ്സിൽ ട്രിഗർ ചെയ്യും. അപ്പോൾ ട്രാവലിനെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഡിസൈൻ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം അതിനെ ഹെൽപ്പ് ചെയ്യും. അതേസമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ട്, അതായത് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അത് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പേപ്പർ ഭൂരിഭാഗവും റിപ്പീറ്റിംഗ് പാറ്റേൺ ടെക്സ്ചർ ആയിരിക്കും. നമ്മൾ ഒരിക്കലും ഒരു ഗിഫ്റ്റ് ഒരു നല്ല പിക്ചർ വെച്ച് പൊതിഞ്ഞ് ആർക്കും കൊടുത്തിട്ടില്ല. കാരണം നമുക്കവിടെ വേണ്ടത് ആ ഒരു കവർ കാണുമ്പോൾ അവിടെ ഒരു ഇമോഷൻ ട്രിഗർ ചെയ്യിക്കുക എന്നുള്ളതല്ല. അതിനാണ് അതിൻ്റെ ഉള്ളിൽ ഗിഫ്റ്റ് വെച്ചേക്കുന്നത്. ആ കവറിൻ്റെ ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ നോക്കുന്ന ആൾക്ക് കണ്ണിനൊരു ഇമ്പം, അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു രസം ഉണ്ടാക്കുക, ഒരു വിഷ്വൽ അപ്പീൽ ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗിഫ്റ്റ് റാപ്പിംഗ് പേപ്പറിനൊക്കെ പാറ്റേൺ യൂസ് ചെയ്യുന്നത്. സോ ടെക്സ്ചർ എന്നുള്ളതിനെ പറ്റി എല്ലാവർക്കും ഒരു അത്യാവശ്യം ഐഡിയ പിടികിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു.